നമസ്കാരം, ഞാൻ ഡോക്ടർ അനിൽ. പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കേരളത്തിൽ ഒരു കേന്ദ്ര സർക്കാർ സ്ഥിരം ജോലി ആഗ്രഹിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ജോബ് ഇൻഫർമേഷൻ ആണ്. കേന്ദ്ര സർക്കാരിനുള്ള ഐസർ തിരുവനന്തപുരം വിതരിയിലുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ചിലുള്ള നിലവിലുള്ള നോൺ ടീച്ചിങ് സ്റ്റാഫുമാരുടെ ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. 7 സ്ഥിരം ഒഴിവുകളാണുള്ളത്. ഇതിന്റെ വിശദാംശത്തിലേക്ക് താല്പര്യമുള്ളവർക്ക് ഫെബ്രുവരി 25 വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയും. ഇതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ വീഡിയോ മുഴുവനായിട്ട് കാണുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് പരിശോധിച്ച് നോക്കാം. ഒന്നാമത്തെ പോസ്റ്റ് അസിസ്റ്റന്റ് എഞ്ചിനീയർ സിവിൽ എന്നുള്ളതാണ്. 38 വയസ്സിലുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. ഇതിലേക്ക് വേണ്ടി യോഗ്യത ബിടെക് സിവിൽ എഞ്ചിനീയറിംഗ് ഉള്ള ബിടെക് ബിരുദവും 3 വർഷത്തെ പ്രതിപരിചയമാണ്. അല്ലെങ്കിൽ ഡിപ്ലോമ സിവിൽ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ 5 വർഷം പ്രതിപരിചയമുള്ളവർക്കും ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും. രണ്ടാമത്തെ പോസ്റ്റ് ലൈബ്രറി സൂപ്രണ്ടിന്റെയാണ്. 38 വയസ്സിലുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. മാസ്റ്റേഴ്സ് ഡിഗ്രി ലൈബ്രറിയോ ലൈബ്രറി ഇൻഫർമേഷൻ സയൻസിലുള്ള 55% മാർക്കുള്ള മാസ്റ്റേഴ്സ് ബിരുദം, അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും വിഷയത്തിലുള്ള മാസ്റ്റേഴ്സ് ബിരുദവും ബാച്ചിലേഴ്സ് ഡിഗ്രി ലൈബ്രറി സയൻസിലും ലൈബ്രറി ഇൻഫർമേഷൻ സയൻസിലും 55% മാർക്കുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. 5 വർഷത്തെ എക്സ്പീരിയൻസും വേണം. അതൊരു ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അതൊരു ഡിസേബിൾ ക്വാളിഫിക്കേഷൻ ആണ്. അടുത്ത ജൂനിയർ ടെക്നിക്കൽ അസിസ്റ്റന്റ് ഡാറ്റാ സയൻസ് എന്നുള്ളതാണ്. അതിലേക്ക് 33 വയസ്സിലുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. വേണ്ട യോഗ്യത ബാച്ചലേഴ്സ് ഡിഗ്രി എഞ്ചിനീയറിംഗ് ബിടെക്കോ അല്ലെങ്കിൽ BSc അല്ലെങ്കിൽ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാൻ കഴിയും. 3 വർഷത്തെ ഡിപ്ലോമ ആയിരിക്കണം, 55% മാർക്ക് ഉണ്ടായിരിക്കണം എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ 3 വർഷം അതുപോലെ 3 വർഷം ലൈബ്രറിയിലോ ലബോറട്ടറിയിലോ റിലവന്റ് എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപേക്ഷിക്കാൻ കഴിയും. അവർക്കും ബാച്ചിലേഴ്സ് ഡിഗ്രി 3 വർഷത്തെ BSc ബിരുദമോ ബിടെക്കോ അല്ലെങ്കിൽ ഡിപ്ലോമ ഉണ്ടായിരിക്കണം എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അടുത്ത പോസ്റ്റ് ജൂനിയർ ടെക്നിക്കൽ അസിസ്റ്റന്റ് സയന്റിഫിക് കമ്പ്യൂട്ടർ സയൻസ് വെബ് പ്രോഗ്രാമിംഗ് എന്നുള്ളതാണ്. അതിന് 33 വയസ്സിലുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. പറഞ്ഞ അതേ ബിരുദം തന്നെ, അതേ ക്വാളിഫിക്കേഷൻ തന്നെ ഇതിലും പറഞ്ഞിട്ടുള്ളത്. കമ്പ്യൂട്ടർ സയൻസിലുള്ള ബിരുദമായിരിക്കണം. അടുത്ത പോസ്റ്റ് ഓഫീസ് അസിസ്റ്റന്റിന്റെയാണ്. ഓഫീസസിന്റെ 3 ഒഴിവുകളാണുള്ളത്. അതിൽ 33 വയസ്സിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദം 55% മാർക്കോടെ പാസ്സാർക്ക് അപേക്ഷിക്കാൻ കഴിയും. അതുപോലെ ഓഫീസ് മൈക്രോസോഫ്റ്റ് വേർഡ്, എക്സൽ, പവർ പോയിന്റ് ഒക്കെ ഉപയോഗിക്കാൻ അറിഞ്ഞിരിക്കണം. 5 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എങ്ങനെ ഇതിലേക്ക് അപേക്ഷിക്കാൻ പറ്റും? അപേക്ഷാ ഫീസ് ഉണ്ട്. 500 രൂപയാണ് അപേക്ഷാ ഫീസ്. എന്നാൽ SC/ST കാരെയുള്ളവർക്കും ഡിസബിലിറ്റി ഉള്ളവർക്കും അതുപോലെ എക്സർവിസ്മെന്റ് കാൻഡിഡേറ്റ്സും വനിതകൾക്കും ഫീസ് ഇല്ല എന്ന കാര്യം കൂടി ഓർമ്മിക്കുക. അപ്ലൈ ചെയ്യാൻ ലിങ്ക് ഉണ്ട്, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കുക. നിങ്ങൾ ഡയറക്റ്റ് ക്ലിക്ക് ചെയ്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. ആദ്യം നിങ്ങൾ ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യണം, അതിനുശേഷം വേണം അപ്ലൈ ചെയ്യാനായിട്ട്. അതുപോലെ അപ്ലൈ ചെയ്ത ശേഷം അതിന്റെ പ്രിന്റ് ഔട്ട് എടുത്ത് നമ്മൾ പോസ്റ്റിൽ വെച്ച് കൊടുക്കുന്നത് മാർച്ച് 3 മുമ്പ് എത്തണം എന്ന കാര്യം കൂടി ഓർമ്മിക്കുക. ഡീറ്റെയിൽസ് നോക്കാം. അതിലേക്ക് ആദ്യം നമ്മൾ യൂസർ ഐഡിയും പാസ്വേഡ് വെച്ച് ഓൺലൈൻ ആപ്ലിക്കേഷൻ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യണം. അതിന് ശേഷം നമ്മൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക. അതിനുശേഷം അതിന്റെ പ്രിന്റ് ഔട്ട് എടുത്തതിന് ശേഷം അതിന്റെ സർട്ടിഫിക്കറ്റ് എല്ലാം കോപ്പി സഹിതം നമ്മൾ അയച്ചു കൊടുക്കണം. അയച്ചു കൊടുക്കുന്ന കവറിന് സ്പീഡ് പോസ്റ്റോ രജിസ്റ്റർ പോസ്റ്റോ അയക്കുക. കവറിന്റെ പുറത്ത് ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് ഏതാന്നുള്ളത് പോസ്റ്റിന്റെ കോഡും കൂടെ കാണിച്ചിരിക്കുക. അതിനുശേഷം അത് കിട്ടേണ്ട അവസാന തീയതി മാർച്ച് 3 ആണെന്ന കാര്യം കൂടി മനസ്സിലാക്കുക. അയക്കേണ്ട വിലാസം ദ രജിസ്ട്രാർ, ഐസർ, തിരുവനന്തപുരം, മരുത്വാമല PO, വിതുര, തിരുവനന്തപുരം 695551 എന്നുള്ളതാണ്. പോസ്റ്റിന്റെ കോഡ് ഞാൻ പറയാം. അസിസ്റ്റന്റ് എഞ്ചിനീയർ പോസ്റ്റിന്റെ കോഡ് 26 AEC എന്നുള്ളതാണ്. അതേപോലെ ലൈബ്രറി സൂപ്രണ്ട് 26 LS എന്നുള്ളതാണ്. ജൂനിയർ ടെക്നിക്കൽ അസിസ്റ്റന്റ് ഡാറ്റാ സയൻസ് 26 JTA DS എന്നുള്ളതാണ് അതിന്റെ കോഡ്, പോസ്റ്റ് കോഡ്. അടുത്ത ജൂനിയർ ടെക്നിക്കൽ അസിസ്റ്റന്റ് സയന്റിഫിക് കമ്പ്യൂട്ടർ സയൻസിന്റെ വേണ്ട കോഡ് JTA CS എന്നുള്ളതാണ്. ലാസ്റ്റ് ഓഫീസേഴ്സിന്റെ പോസ്റ്റ് 26 OA എന്നുള്ളതാണ് കോഡ്. അപ്പൊ നമ്മൾ ആ കോഡും കൂടെ കാണിച്ചിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത്. ഇത്രയും വീഡിയോ പൂർണ്ണമായും കണ്ട് നന്ദി രേഖപ്പെടുന്നതോടൊപ്പം ഇനി ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ ലഭിക്കാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും നല്ല കരിയർ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.